കൊടുക്കാനും അവരെ അഭിനന്ദിക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. മലപ്പുറത്തിനെ കുറിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ ഒരു പ്രചരണമുണ്ട്. അതായത് ഹിന്ദുക്കൾക്ക് ചെന്ന് കയറാൻ പറ്റാത്ത ഗ്രാമങ്ങളുള്ള എന്ത് തരത്തിലുള്ളത് മലപ്പുറത്തിനെ കുറിച്ച് സ്വാമിക്ക് എന്താണ് പറയാനുള്ളത്? സുഹൃത്തുക്കളെ, ഇത് ആരാണ് എന്തെന്നൊക്കെ അറിയണ്ടേ. നമ്മുടെ മലപ്പുറത്ത് തിരുനാവായയില് ആ മണപ്പുറത്ത് ഈ അടുത്ത സമയത്ത് മാഘം ആഘോഷം എന്ന പേരിൽ ഒരു കുംഭമേളയുടെ ഒരു റെപ്ലിക്ക നടത്തിയിരുന്നു. കുംഭമേള പോലെ ഉള്ള ചില പരിപാടികളൊക്കെ നടന്നായിരുന്നു. കുംഭമേളയിൽ നിള ആരതി ഉണ്ട്. ആ നിള ആരതി അല്ല, ഗംഗ ആരതി ഉണ്ട്. ആ ഗംഗ ആരതിക്ക് പകരം അതേപോലത്തെ ആളുകളൊക്കെ കൊണ്ടുവന്നിട്ട് അതേപോലെ സെറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ നദീതീരത്ത് ഒരു നിള ആരതി അവർ നടത്തിയെന്ന് കാണാം. ഇതെന്തുവാ സംഭവം എന്നറിയാൻ വേണ്ടിയിട്ട് കേരളത്തിന് അങ്ങോളം ഇങ്ങോളം ആളുകൾ മുഴുവൻ വന്നു. ചില ആളുകളൊക്കെ മനഃപൂർവ്വം ഇവിടെയുള്ള ചിലപ്പോൾ തീവ്ര ഹിന്ദുക്കളായിട്ടുള്ള ചില ആളുകളൊക്കെ കൂട്ടിക്കൊണ്ടുവന്നായിരിക്കാം. ബസ്സടക്കം വിളിച്ചിട്ട്, ടൂറിസ്റ്റ് ബസ്സടക്കം വിളിച്ചിട്ടൊക്കെയാണ് ചില ആൾക്കാർ ഈ പ്രോഗ്രാമൊക്കെ കാണാൻ വന്നിരുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിനെ മുഴുവൻ ചുക്കാൻ പിടിച്ചൊരു സന്യാസി ഉണ്ട്. സന്യാസി പണ്ട് കേരളത്തിലെ SFIയുടെ ഒക്കെ ഒരു നേതാവൊക്കെ ആയിരുന്നു പറയുന്നത്. എന്തായാലും അത് കഴിഞ്ഞിപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒരു സന്യാസിയാണ്. പരിപൂർണമായിട്ട് ഭാരതത്തിലെ അഖാഡകളിലെ ഒരാളെന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും അദ്ദേഹത്തോട് ചോദിച്ചതാണ്. ചോദ്യം എങ്ങനെയാണ്, ഉത്തരേന്ത്യയിലല്ല മലപ്പുറത്തെ കുറിച്ചിട്ട് വളരെ മോശമായിട്ടുള്ള അഭിപ്രായമാണ് ഉള്ളത്. അതായത് ഈ നമ്മുടെ നാടിനെ കുറിച്ചിട്ട് വളരെ മോശമായ രീതിയിലാണ് ഉത്തരേന്ത്യയിൽ മുഴുവൻ കറങ്ങി നടക്കുന്ന വാർത്തകൾ. ഇവിടേക്ക് വന്ന ഒരു ഉത്തരേന്ത്യക്കാർക്കും അത്തരം ഒരു കൺസെപ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അവർക്ക് മനസ്സിലാവും എത്രത്തോളം നല്ല നാടാന്നൊക്കെ മനസ്സിലായിട്ടുണ്ടായിരിക്കും. എന്തായാലും ആ മലപ്പുറത്തെ കുറിച്ച് മലയാളിയായിട്ടുള്ള, നിങ്ങൾ മനസ്സിലാക്കണം, മലയാളിയായിട്ടുള്ള കൃത്യമായിട്ടും നമ്മുടെ നാടിനെ അറിയുന്ന, നാടിൻ്റെ സ്നേഹങ്ങൾ അറിയുന്ന, നാട്ടിൻ്റെ രീതികൾ അറിയുന്ന, നാട്ടിലെ ഉത്സവങ്ങൾ അറിയുന്ന, നാട്ടിലെ പള്ളിപ്പരിപാടികൾ അറിയുന്ന, നാട്ടിലെ പള്ളി പെരുന്നാളുകളും മറ്റും അറിയുന്ന, നബിദിന അറിയുന്ന ഒരു സന്യാസിയാണ്, മലയാളിയായിട്ടുള്ള ഒരു മനുഷ്യനാണ് ഇനി ഇതിന് ഉത്തരം പറയുന്നത്. സന്യാസിയാണ് ഉത്തരം പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കണം, കേട്ടോ. തിരുനാവായ എന്ന് പറയുന്ന ചെറിയൊരു തിരുനാവായ എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലത്ത്, അത് ആ ക്ഷേത്രത്തിന്റെ ഗസ്റ്റ് ഹൗസിൽ നിന്ന് യജ്ഞശാല വിട്ടിട്ട് പുറത്തേക്ക് പോകാൻ പോലും പോലീസുകാർ സമ്മതിച്ചിട്ടില്ല. മോശമായ അർത്ഥത്തിലല്ല, എന്തെങ്കിലും കാര്യങ്ങളും എന്തൊക്കെയായിട്ട് ബന്ധപ്പെട്ടും ആളുകളൊക്കെ ആയിട്ട് സംസാരിക്കുന്നതാണ്. അവിടുത്തെ പ്രദേശവാസികളായിട്ട് അങ്ങനെ എന്തെങ്കിലും ബന്ധം ഉണ്ടാവാനോ ഇടപഴകാനോ നമുക്ക് കഴിഞ്ഞിട്ടില്ല. മറ്റു സമുദായങ്ങളിൽ ശ്രദ്ധിച്ച് കേൾക്കണേ. ഇദ്ദേഹത്തിന് തിരുനാവായയില് ആ ഒരു മാമാങ്കം നടത്തിയൊരു ചങ്ങാതിയാണ്. ഇദ്ദേഹത്തിന് ചോദിച്ചത് ഉത്തരേന്ത്യയിൽ പല വിധത്തിൽ വർത്തമാനമുണ്ട് മലപ്പുറം ജില്ലയെ കുറിച്ചിട്ട്, നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഗ്രാമങ്ങളിലേക്കും പോയിട്ട് താമസിക്കാൻ, അതായത് മറ്റു മതസ്ഥർക്ക്, ഹിന്ദുക്കൾക്കൊന്നും മലപ്പുറത്തെ ഗ്രാമങ്ങളിൽ താമസിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. താങ്കളുടെ അഭിപ്രായം എന്താ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അയാളുടെ അഭിപ്രായങ്ങൾ മുഴുമിപ്പിക്കുകയും ചെയ്തില്ല. അയാൾ പറഞ്ഞ കാര്യം, ഞാൻ തിരുനാവായ എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രം ഉണ്ടായിരുന്നത്, ആ അമ്പലം വിട്ടിട്ട് എനിക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല. പല പ്രശ്നങ്ങളെയും കൊണ്ട് എന്തൊക്കെ ആളുകൾ എന്തൊക്കെ പറയുന്നുണ്ട്, എനിക്ക് പുറത്തേക്ക് പോലും വിട്ടില്ല എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഉത്തരേന്ത്യയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന വാർത്ത, അത് സത്യമാണ് എന്ന് ഇദ്ദേഹം വിശ്വസിക്കുന്നു എന്നല്ലേ? എൻ്റെ സുഹൃത്തുക്കളെ, ഇദ്ദേഹം ഒരു മലയാളിയാണെന്നേ. ഇദ്ദേഹം മലയാളിയാണ്. നമ്മുടെ കേരളത്തിൻ്റെ മത സാഹോദര്യക്ക് കൃത്യമായിട്ടും അറിയാവുന്ന, വായിച്ചറിയാവുന്ന, അനുഭവിച്ചറിയാൻ കഴിയുന്ന സന്യാസി വേഷം ധരിച്ച് ഇദ്ദേഹം പറയുന്ന എന്താണ്? നമ്മുടെ കേരളത്തിലെ മലപ്പുറം എന്ന് പറയുന്ന നാട് ഉത്തരേന്ത്യയിൽ എങ്ങനെയാണ് നമ്മുടെ മലപ്പുറത്തെ കുറിച്ചിട്ടൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്, അത് ശരിയാണ് എന്നല്ലേ വ്യംഗ്യാർത്ഥത്തിൽ ഇദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്? ചോദ്യം ചോദിക്കുന്ന മൊയന്തുകൾക്കൊക്കെ വായിൽ പഴായതുകൊണ്ട് ഇങ്ങനൊന്നും ചോദിച്ചില്ല. തിരുനാവായയെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിലുള്ള സഹകരണമായിരുന്നു. പ്രദേശവാസികൾ എല്ലാ ജാതി മതഭേദമന്യേ തന്നെ ഇതുമായിട്ട് സഹകരിച്ചിട്ടുണ്ട്. എല്ലാം കഴിഞ്ഞ് അവസാനം സേവാഭാരതി ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ട് അവിടെയുള്ള, ഞാനും വീഡിയോ കണ്ടതാണ്, മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അവർക്ക് നാരങ്ങ വെള്ളവും മോരും ഒക്കെ ആയിട്ട് ക്ലീൻ ചെയ്യുന്ന സേവാഭാരതിക്കാർക്ക് കൊടുക്കാനും അവരെ അഭിനന്ദിക്കാനും വേണ്ടി വന്നിട്ടുണ്ട്. ഒരു വലിയ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, വലിയ പങ്കാളി അവിടെ സേവാഭാരതിക്ക് മാത്രമല്ല ഈ മുസ്ലിം ജനത വെള്ളം കൊടുക്കുന്നത് സഹായിച്ചു എന്നൊക്കെ മനസ്സിലാക്കുന്നത്. ഇദ്ദേഹം അറിയില്ലെങ്കിൽ യാഹൂട്ടിക്ക എന്ന് പറയുന്നൊരു മനുഷ്യൻ നമ്മുടെ തിരുനാവായയിലുണ്ട്. ഇദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ ഒന്ന് പരിചയപ്പെടണം. എന്തുകൊണ്ട് അദ്ദേഹത്തെ പരിചയപ്പെട്ടില്ല എന്നുള്ളതാണ് എനിക്ക് അത്ഭുതം. യാഹൂട്ടിക്ക
അന്ന് ആ തിരുനാവായിൽ അവിടെ പോയ ആളുകൾക്ക് മുഴുവൻ അറിയാം, അവിടെ ഒരു വഞ്ചി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ വഞ്ചിയുടെ കടത്തുകാരന്റെ പേരാണ് യാഹൂട്ടിക്ക. അദ്ദേഹം അവിടെ ബലിതർപ്പണം എന്ന് പറയുന്ന പരിപാടി ഹിന്ദുക്കളെ നടക്കാറുണ്ട്. ഈ ബലിതർപ്പണം നടക്കുന്ന സമയത്ത് ഈ വടക്ക് കെട്ടിയിട്ടുണ്ടായിരിക്കും, എങ്കിലും ആളുകൾ ആ ഒരു പുഴയിൽ വീണ് അപകടം സംഭവിക്കാതിരിക്കാൻ കാവൽ നിൽക്കുന്ന മനുഷ്യനാണ്. ഇനി ബലിതർപ്പണം എപ്പോഴാണ് നടക്കുക നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യമുണ്ടോ? പുലരാങ്കാലത്ത്, അല്ലയോ? പുലരാങ്കാലത്ത്. ആ പുലരാങ്കാലത്ത് ആ ബലിതർപ്പണം നടക്കുന്ന ആ ഒരു കടവിൽ പോയിട്ട് തൻ്റെ വഞ്ചിയുമായി അവിടെ കാവല് കിടക്കുന്ന ഒരു മനുഷ്യന്റെ പേര് കൂടിയാണ് യാഹൂട്ടിക്ക. ഇനി ഞാൻ ഇദ്ദേഹത്തിന് അറിയില്ല, ഈ മലപ്പുറത്തെ മുസ്ലിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഹിന്ദുവായിട്ടുള്ള ഞാൻ വേണമല്ലോ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാൻ എന്നുള്ളതുകൊണ്ട് പറയാണ്. കാരണം മുസ്ലിമാണ് ഇതൊക്കെ പറയുന്നതെങ്കിൽ മുസ്ലിങ്ങളെ വരെ തള്ളുക എന്നൊക്കെ പറയും. അതല്ല, ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു പോയ ഒരാളാണ്. അപ്പൊ എനിക്ക് പറയാം. ഞാൻ അവിടെ പറയുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ആ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഒരുപാട് കട്ടൊക്കെ വിരിച്ചിട്ടുണ്ട്. സുഖമായിട്ട് നടക്കാൻ പറ്റും. കല്ലൊന്നും കുത്തില്ല. നല്ല വൃത്തിയുള്ള കട്ട വിരിച്ചിട്ടുണ്ട്. ആ കട്ട വിരിച്ചത് രണ്ട് മുസ്ലിങ്ങളാണ് പണം കയ്യിൽ നിന്ന് എടുത്തിട്ട് ഹിന്ദു മതസ്ഥർക്ക് വൃത്തിയായിട്ട് നടക്കാൻ, അവിടെ എന്താണ് ഈ അടിയന്തരത്തിനും മറ്റൊക്കെ ബലിയിടാൻ വരുന്ന, അല്ലെങ്കിൽ വർഷാവർഷം ബലിയിടാൻ വരുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട് നടക്കുവാനും സൗകര്യമായിട്ട് ഇരിക്കുവാനും ഒക്കെ ആയിട്ട് ഇരിപ്പിടങ്ങളും അവിടെ നിലമൊക്കെ ടൈല് പോലെയൊക്കെ പാകിയത് രണ്ട് മുസ്ലിങ്ങളുടെ പൈസ കൊണ്ടാണ്. വേണമെങ്കിൽ അമ്പലത്തിന് പറയാമെന്നല്ലോ, മാപ്പിളാരെ പൈസ സ്വീകരിക്കില്ല എന്ന്. അമ്പലം അത് പറഞ്ഞില്ല. അത്രയ്ക്കധികം മതസൗഹാർദ്ദം നിലനിൽക്കുന്ന ഒരു നാടാണ് ഇന്ത്യ, കേരളം. അതിലൊപ്പം തന്നെ ഈ മലപ്പുറത്തിന്റെ ഉള്ളേരിയയിലേക്ക് ഒന്നും പോയി താമസിക്കാൻ പാടില്ല പറ്റൂല എന്നാ പറയുന്നത്. അതിന് ഞാനല്ല ഉത്തരം പറയേണ്ടത്. എൻ്റെ വീഡിയോ മലപ്പുറത്തിന്റെ ഉള്ളേരിയയിൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ, കൃത്യമായിട്ടും ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളൊക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് പറ, ഒന്ന് ഇതിൻ്റെ ഇടയിൽ കമന്റ് ചെയ്യ്, ഒന്ന് മനസ്സിലാക്കി കൊടുക്കും ഇവരെ. മലപ്പുറത്തിന്റെ ഉള്ളേരിയയിലേക്ക്, ഉൾഗ്രാമങ്ങളിലേക്ക് ഒക്കെ ഹിന്ദുക്കൾക്ക് താമസിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന്. താമസിക്കാൻ അനുവദിക്കില്ല, ഓടിച്ചു വിടുമെന്ന് പറയുന്ന ചില വാർത്തകളാണ് ഉത്തരേന്ത്യയിലുള്ളത്. ആ വാർത്തയെ സന്യാസി എന്ന് പറയുന്ന ഇദ്ദേഹം അവഗണിച്ചിട്ടില്ല, ഒഴിവാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ പരിചയപ്പെടാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് എനിക്ക് മലപ്പുറത്തിനെ പറ്റി കൃത്യമായിട്ട് അറിയില്ല. ആ വാർത്ത ശരിയല്ല എന്നോ ഒന്നും അദ്ദേഹം പറയാൻ മെനക്കെട്ടിട്ടില്ല എന്നർത്ഥം. മനസ്സിലായ? അതായത് അതൊക്കെ ശരിയാണ് എന്ന് അദ്ദേഹത്തിന് ആ നിശബ്ദത കൊണ്ട് ചില ആൾക്കാരെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം അങ്ങനെ നിശബ്ദമാവുന്നത്. മലയാളിയായിട്ടുള്ള മലപ്പുറത്തിനെയും നമ്മുടെ കേരളത്തിനെയും കൃത്യമായിട്ട് അറിയുന്ന ആ മനുഷ്യൻ കൂടി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇവരൊക്കെ മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് എന്നാണ് ഒരു വലിയ കൺഫ്യൂഷൻ. സന്യാസിമാരൊക്കെ ഇങ്ങനെയാണോ? ഇങ്ങനെ ഉള്ളിൻ്റെ ഉള്ളിൽ ചില രാഷ്ട്രീയ ബോധ്യങ്ങളൊക്കെ ഇങ്ങനെ ഉള്ളിൽ തിരികെ വെച്ച് നടക്കുന്ന ആളുകളാണോ സന്യാസിമാർ? മുഴുവൻ ത്യജിച്ച് ഈ ലോകത്തിലൊന്നുമില്ല എന്നൊക്കെ ചിന്തിച്ച് നടക്കുന്ന ആളുകളല്ലേ? ദൈവത്തിലേക്ക് മാത്രം പരിപൂർണമായിട്ട് അർപ്പിച്ച് നടക്കുന്ന ആളുകളല്ലേ? ഒരു നേരത്തെ അന്നത്തിന് വേണ്ടി മാത്രം ധർമ്മം യാചിക്കുന്ന ആളുകളല്ലേ സന്യാസിമാർ? ഇങ്ങനെയൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇവരൊക്കെ എന്താണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? എനിക്ക് അറിയാൻ പാടില്ലെന്ന് ചോദിക്കാട്ടോ. വേണമെങ്കിൽ നിങ്ങൾക്ക് അറിയുമെങ്കിൽ കൃത്യമായിട്ട് ഉത്തരം എഴുതി വയ്ക്കാം, ഒരു പ്രശ്നമില്ല. നമുക്ക് എല്ലാവരുടെ ഉത്തരങ്ങളൊക്കെ കിട്ടണം. എന്തായാലും ഈ വീഡിയോ ഞാൻ സമർപ്പിക്കുന്നത് മലപ്പുറം ജില്ലയിലെ ഉള്ളേരിയുള്ള ആളുകൾക്കാണ്. അതുകൊണ്ട് ഇത് കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, തീർച്ചയായിട്ടും നിങ്ങളുടെ തൊട്ട അയൽവാസിക്ക് ഇത് അയച്ചു കൊടുക്കണം. സോക്കോള് ഹിന്ദുക്കൾക്ക് തന്നെ ഇത് അയച്ചു കൊടുക്കണം. അവരിത് കാണണം. ഇദ്ദേഹത്തിന് ഈ വാക്കുകളൊക്കെ കേൾക്കാത്ത ഒരുപാടുണ്ട്. ഇയാൾ പറഞ്ഞ വാക്കിൻ്റെ ഉള്ളിലുള്ള ആ ഒരു ദുരന്ത അർത്ഥങ്ങളെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അവരൊക്കെ ഇത് കാണണം. കൃത്യമായിട്ടും നിങ്ങളുടെ അഭിപ്രായം, നിങ്ങളുടെ ഉത്തരം എന്തെന്ന് ഇതിന് താഴത്തുനിന്ന് എഴുതി വയ്ക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഒന്ന് നശിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് യുവന്മാരുടെ കയ്യിലേക്ക് നമ്മുടെ നാടിനെ വിട്ടുകൊടുക്കരുത് എന്നൊരു തോന്നലുള്ളതുകൊണ്ടാണ്. ബൈ.